ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു കോണ്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ നൈറ്റ് ഹെയർ കെയർ ആണ് കേട്ടോ. നൈറ്റിൽ ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടതും ചെയ്യാത്ത ആളുകൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക എന്ന് പറയുമ്പോൾ മുടിയിലുണ്ടാകുന്ന കുടുക്കിൽ കെട്ടൊക്കെ പോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ, ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പാണല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി പിടിച്ചാലോ. കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ ഡാമേജ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇന്നല്ല കേട്ടോ, ആക്ച്വലി ഇത് ഞാൻ കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. വന്നിട്ട് നീമിൻ്റേത് കൂടിയാണ്, അതായത് ഹെർബൽ ആയിട്ടുള്ളൊരു കോമ്പാണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 ടൈപ്പിലുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തിൽ ഗൈസ് അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ ആര്യവേപ്പിൻ്റെ സ്മെല്ല് നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഈ കോംബോ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടി ചുരുണ്ട് പോകുന്ന പ്രശ്നമൊക്കെ ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ സ്കാൽപ്പിന് ഉണ്ടാകുന്ന കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ നീം വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ നീമിൻ്റെ ചീപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നത് ാണല്ലേ ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഒരു ചീപ്പിലും ഉള്ളത്. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ കോംബോ അല്ലെങ്കിൽ നെയിമിൻ്റെ കോംബോ വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ അക്യൂപ്രഷർ പോയിൻറ്റുകളൊക്കെയാണ് ഇത് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ പല്ലുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചീപ്പിൻ്റെ കണ്ടോ, ഒന്ന് കുറച്ച് അടുപ്പിച്ചിട്ടാണെങ്കിൽ കുറച്ച് വിട്ടിട്ടാണ്. നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പിൽ ഉള്ളതുപോലെ തന്നെയാണെങ്കിലും ഇതിന് നല്ല ഒരു കൂർമ്പ് പോലെ ഉണ്ട്. പക്ഷേ തലയിൽ മുറിവ് വരുമൊന്നുമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഹെയറിൽ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. നല്ല ഒരു മസാജ് ചെയ്യുന്നത് പോലെ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല മുടി കെട്ട് വരുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയുന്നതല്ലേ. മുടി ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം താഴെ ഭാഗത്താണ്, മുടിയുടെ തുഞ്ചത്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ മേലേക്ക് ചീകി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, മുടിയിൽ തീരെ അത് കെട്ടി പിടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹെയർ നന്നായിട്ട് തന്നെ ഇളകി വരാറുണ്ടായിരുന്നു. ഈ ഒരു കോംബോ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മുടി പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ, ഇതേപോലെ തുഞ്ചത്ത് ഇളക്കാനല്ല, തുഞ്ചത്ത് വേണം നമ്മൾ ആദ്യം ചീകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം മേലോട്ടേക്ക് ചീകി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കോമ്പ് എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മുടി പൊട്ടിയും അറ്റത്ത് കിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് കോമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുടിക്കും തലയോട്ടിക്കും ഒന്നും തന്നെ നല്ലതല്ല. മുടി പൊട്ടിപ്പോവുകയും മുടി കേടായി പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു നീമിൻ്റെ ചീപ്പ് എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഹെയർ കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് മുടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പാണ്. അപ്പോൾ അത് വെച്ച് നമ്മളിങ്ങനെ ചീകുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തട്ടുമല്ലോ, നല്ല വേദനയും ഉണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ വേദന ഉണ്ടാകുമോ അല്ലെങ്കിൽ മുടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമോ, പുറമെ മാത്രമാണോ ഈ ഒരു സംഭവം വർക്ക് ചെയ്യുക എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ധൈര്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് ഹെയർ കെയറിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പ് യൂസ് ചെയ്യാറില്ല. നൈറ്റ് ഹെയർ കെയർ എന്നല്ല കേട്ടോ. ഇപ്പോൾ ഡെയിലി ബേസിസിൽ ഹെയർ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മുടി കെട്ടിയിരിക്കൂലേ, അന്നേരമൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാണ് കേട്ടോ. 2 വരുന്നതിനോട് തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് അവിടെ എടുത്ത് വയ്ക്കാം, ഒന്ന് മാത്രമായിട്ട് യൂസ് ചെയ്യാം.
ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നൈറ്റ് ഹെയർ കെയറിൽ ഞാൻ ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓവർനൈറ്റ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ പല ആളുകൾക്കും ചിലപ്പോൾ സ്യൂട്ട് ആകില്ല. കാരണം എന്താ വെച്ചാൽ നീരിറക്കത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ചെയ്തോളാം. ഒരിക്കലും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലാണ്. അത് മാത്രമല്ല ഹെവി ഓയിലിംഗ് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു 3-4 ഡ്രോപ്സ് മാത്രമേ എടുക്കണുള്ളൂ. എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നല്ലൊരു എന്താ പറയുക, ഒരു മസാജും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മസാജറാണ് കേട്ടോ. പക്ഷേ നമുക്ക് ആൽമണ്ട് ഓയിലിന് ഒരുപാട് ഗുണങ്ങളുടെ അതൊന്ന് നോക്കാം. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ഒമേഗ 3, 6, 9 എന്നീ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. വിറ്റമിൻ ഇയും മാഗ്നീഷ്യവും ഉണ്ട്. നമ്മുടെ ഹെയറിന് നല്ല തിളക്കവും കിട്ടുന്നുണ്ട്. ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് നമ്മളൊരു മസാജ് കൊടുക്കണ്ടേ ഗൈസ്. അപ്പോൾ ഈ ഒരു മസാജർ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിലോ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടാണ് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കൂർപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് തലയിൽ വെച്ചിട്ട് ഇതാക്കുമ്പോൾ തല വേദനിക്കുമോയെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് വന്നിട്ട് സിലിക്കോണിൻ്റെതാണെന്ന് തോന്നുന്നത്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ആവണുണ്ടായിരുന്നു. അതായത് ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. കയ്യിലിങ്ങനെ ഇട്ടിട്ട് ഹെയറിൽ നന്നായിട്ടൊരു മസാജ് കൊടുക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇത് വേറൊരാൾ ചെയ്തും കൂടി തരുവാണെങ്കിൽ നമുക്ക് ഇരുന്ന് ഉറങ്ങാം. ഓക്കെ, അത്രയ്ക്ക് സുഖമാണ് കേട്ടോ ഹെയറിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത്. ഇതിലൂടെ നമ്മുടെ ഹെയറിലേക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, നല്ല മസാജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യും. ഓക്കെ, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് വെച്ച് കുറേ നേരം നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കേട്ടോ നമ്മുടെ തലയൊട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഷാമ്പൂയിങ് ചെയ്യുന്ന സമയത്തും ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. യൂസ് ചെയ്യാം. ഹെയർ ആദ്യം നനച്ചിട്ടാണല്ലോ നമ്മൾ ഷാമ്പൂ ചെയ്യുക. ആ സമയത്തും ഈ ഒരു സംഭവം വെച്ചിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലുള്ള സ്കാൽപ്പിലൊക്കെ ഉള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മൾ കണ്ടീഷനിങ് ചെയ്യുകയാണെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ സ്കാൽപ്പിലൊക്കെ അതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സംഭവം പൊളിയാണ് മക്കളെ, പൊളിയാണ്. ഓക്കെ, ഞാനിത് വാങ്ങിയിട്ടുള്ള മീഷോന്നാണ്. ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. പ്രൈസും കാര്യങ്ങളൊക്കെ എന്താ പറയുക സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഓക്കെ, ഇത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണതാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഹെയറിൽ ഒരുപാട് സെബം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു മസാജിങ് കൂടി കഴിഞ്ഞതിന് ശേഷം ഹെയർ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊക്കി മേലേക്ക് കെട്ടി വെക്കുക കേട്ടോ. വല്ലാതെ ടൈറ്റൻ ചെയ്തിട്ട് ചെയ്യണ്ട. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കണം ഞാൻ നല്ല വലിച്ചു മുറുക്കി ടൈറ്റ് ചെയ്തിട്ടാണ് ഇതാക്കണത് എന്നുള്ളത്. അല്ല, അങ്ങനെ പിടിക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. പക്ഷെ അല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ തിരിയൊന്ന് ലൂസാവും. ഓക്കെ, മേലെ കെട്ടി വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് ഡെയിലി എൻ്റെ നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ടാറ്റാ.